Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ചിക്കൻ റോളാണ്. ബ്രെഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായക്കും കാപ്പിക്കും ഒക്കെയുള്ള ഒരു നല്ലൊരു ടീ സ്നാക്സായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി അതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു ഏകദേശം 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിയണം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തീർച്ചയായിട്ടും ചേർത്തെടുക്കണം. തന്തൂരി ചിക്കൻ മസാല നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് ആകും. അതുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നല്ല കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിതിന് സമയം കൊടുത്തിരിക്കണം. കുറഞ്ഞതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയാൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഒഴിച്ച് നമുക്കിത് ചിക്കനൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട്. നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ വേവുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും തൈരിനകത്തുനിന്നും ചിക്കനകത്തുനിന്നും ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമുക്കിത് ഡ്രൈ ആയിട്ട് വേണം നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറായിട്ട് എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചിക്കനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് നമുക്കിതൊന്ന് ശരിയായി മുഴുവനായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് അടച്ച് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാൻ വേറൊരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലേക്ക് നമുക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാൻ 2 മുട്ട ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റോളിംഗ് പിന്ന് വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നമുക്ക് പ്രസ് ചെയ്ത് ചെറുതായിട്ട് കൈയൊന്ന് ബലം കുറച്ചിട്ട് വേണം നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് 4 സൈഡും നമുക്ക് മുറിച്ച് മാറ്റാം. ബ്രൗൺ കളറുള്ള ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ ഈ പീസ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. മയോണൈസ് അല്പം ഒന്ന് പുരട്ടി കൊടുക്കാമെന്ന് 4 പാടും ഒന്ന് പുരട്ടി കൊടുക്കാം.
അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒത്തിരി ഒന്നും നിറയ്ക്കേണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ബ്രെഡല്ലേ, അതുകൊണ്ട് സ്ഥലം കുറവായിരിക്കില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്രെഡൊന്ന് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് നമുക്ക് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം അതിലേക്ക്. ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ബ്രെഡ് റോൾസ് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്ത് നിറച്ച് ആദ്യം മാറ്റി വയ്ക്കണം. ഇത് ഇങ്ങനെ ഫില്ല് ചെയ്ത ഉടനെ നമ്മൾ ഫ്രൈ ചെയ്യുകയല്ല വേണ്ടത്. നമുക്കിത് കുറച്ച് സമയം കുറഞ്ഞൊരു അരമണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ ക്രംസൊക്കെ ഇതിലൊന്ന് പിടിച്ച് എല്ലാം ഒന്ന് സെറ്റായിക്കോളും. ഇത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി നമുക്ക് ഫ്രീസ് ചെയ്ത് വേണമെങ്കിലും വെക്കാം. നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒരു സിപ്പ് പൗച്ചിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഉണ്ടാക്കണോ അതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. ഒരു സ്നാക്സാണത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഇപ്പം ഞാനിവിടെ ഒരു 4-5 പീസ് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഒരു 20 മിനിറ്റ് സമയത്തേക്ക് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യണം. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ ബ്രെഡ് റോൾസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തിക്കി ഇടേണ്ട 1, 2, 3 പീസ് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പതുക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നമ്മുടെ ബ്രെഡ് റോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും തയ്യാറാക്കി നോക്കണം. ഏതെങ്കിലും ചട്നി കൂട്ടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ കെച്ചപ്പോ അങ്ങനെ എന്ത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ ബാക്കി വന്നിരിക്കുന്ന റോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.